ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, മക്കൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ? ഓരോ ക്വസ്റ്റ്യൻസുകളായിട്ട് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഓരോ വീഡിയോസ് ആയിട്ട് കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാരത്തോണിലൊക്കെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസുകൾ ചർച്ച ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അതിന് കൂടെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങളെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, മക്കൾ നല്ലോണം വായിച്ചു നോക്കുക. ദ ലിസ്റ്റ് ഓഫ് ഐറ്റം കളക്റ്റഡ് in connection with the sub-district Kalolsavam in given below. ഓക്കെ, അപ്പൊ നോക്കാം. നമുക്ക് ഇവിടെ റൈസ് തന്നിട്ടുണ്ട്, കോക്കനട്ട്, യാം, ബനാന. ഈ നാലെണ്ണത്തിന്റെയും തൂക്കമാണ് തന്നിരിക്കുന്നതാണോ? യെസ്, തൂക്കം തന്നിട്ടുണ്ട്. റൈസിൻ്റെത് വരുന്നത് 3 ക്വിന്റൽ 25 കിലോഗ്രാം ആണ്. കോക്കനറ്റിൻ്റെത് വരുന്നത് 1 ക്വിന്റൽ 700 കിലോഗ്രാം ആണ്. യാം വരുന്നത് എന്താണ്? 1 ക്വിന്റലും 10 കിലോഗ്രാമും. അടുത്തത് ബനാന 1 ക്വിന്റൽ 8 കിലോഗ്രാം. സോ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു സാധനങ്ങളുടെ തൂക്കം അറിയുന്നതിന് മുൻപേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1 ക്വിന്റൽ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഇത് നിങ്ങൾ നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതിന്റെ ആൻസർ കിട്ടുള്ളൂ അല്ലെ? 1 ക്വിന്റൽ. യെസ്, 1 ക്വിന്റൽ എന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമുക്ക് അടുത്ത പേജിൽ കൃത്യമായിട്ട് എഴുതണമെങ്കിൽ എഴുതാം. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ എൻ്റെ മക്കൾ സുഖമായിട്ട് പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ടാട്ടോ. 1 ക്വിന്റൽ എന്ന് പറഞ്ഞാൽ ഓക്കെ, 1 ക്വിന്റൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. ഇക്കാര്യം നമ്മൾ പഠിച്ചു പോയതാണ്, അല്ലെങ്കിൽ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ. ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണെന്നും 1 ക്വിന്റൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു പോയതാണ്. 1000 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണെന്നൊക്കെ പഠിച്ചു പോയവരില് നിങ്ങൾക്ക് അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ മാത്രമേ ഇതുള്ളൂ. സോ എൻ്റെ മക്കൾ നോക്കണേ, 3 ക്വിന്റൽ ഇതിന്റെ ടോട്ടൽ ആയിട്ടുള്ളത് എഴുതാൻ പോവാണേ. 3 ക്വിന്റൽ 25 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ആകെ ടോട്ടൽ എത്ര കിലോഗ്രാം ഉണ്ടായിരിക്കും? നമ്മൾ എല്ലാത്തിനും കിലോഗ്രാം ഒന്ന് ആദ്യം എഴുതി വെക്കാൻ വേണ്ടി പോവാണ്. സോ പറഞ്ഞേ, 3 ക്വിന്റൽ 25 കിലോഗ്രാം എന്ന് പറഞ്ഞാല് 325 കിലോഗ്രാം ഉണ്ടായിരിക്കും ആകെയായിട്ട്. 325 കിലോഗ്രാം. അടുത്തത് എത്ര വരും? 1 ക്വിന്റൽ 70 കിലോഗ്രാം ആണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. 1 ക്വിന്റൽ 70 കിലോഗ്രാം. അപ്പൊ 1 ക്വിന്റൽ 70 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1 70 170 കിലോഗ്രാം ഉണ്ടായിരിക്കും. then അടുത്തത് 1 ക്വിന്റൽ 10 കിലോഗ്രാം. അപ്പൊ അടുത്തത് എത്ര വരൂടാ? 1 ക്വിന്റൽ 10 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ അത് 110 കിലോഗ്രാം ഉണ്ടായിരിക്കും. 110 കിലോഗ്രാം. എല്ലാം കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണേ. നെക്സ്റ്റ് അടുത്ത ഐറ്റം ആയിട്ട് വരുന്നത് ആരാണ്? ബനാന. 1 ക്വിന്റൽ 8 കിലോഗ്രാം ആണ്. അപ്പൊ 1 ക്വിന്റലും 8 കിലോഗ്രാമും കൂടെ ചേർന്നാല് 108 കിലോഗ്രാം എന്ന് വരും. സോ എല്ലാത്തിനും നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്തു. എന്തിനാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, എല്ലാം കിലോഗ്രാമിലേക്ക് മാറ്റാൻ പറയുന്നുണ്ട്. റൈറ്റ് ദ വെയിറ്റ് ഓഫ് ബനാന ഇൻ കിലോഗ്രാം. കണ്ടോ, ബനാനയുടെ വെയിറ്റ് കിലോഗ്രാമിൽ എത്രയാണ്? നമ്മളിപ്പോ കണ്ടുപിടിച്ചതേ ഉള്ളൂ. എത്രയായിരുന്നു കണ്ടുപിടിച്ചപ്പോ കിട്ടിയത്? എത്രയാ? 108 കിലോഗ്രാം. അപ്പൊ നമ്മൾ എഴുതി കൊടുക്കാം കൃത്യമായിട്ട് എത്ര വരും? 108 കിലോഗ്രാം ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ നിങ്ങൾ എല്ലാവരും. 1 ക്വിന്റൽ 50 കിലോഗ്രാം റൈസ് വാസ് യൂസ്ഡ് ഓൺ ദാറ്റ് ഫസ്റ്റ് ഡേ ഓഫ് കലോത്സവം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ദിവസം കലോത്സവത്തിന്റെ ഫസ്റ്റ് ഡേ എത്ര യൂസ് ചെയ്തു അവര്? 1 ക്വിന്റൽ 50 കിലോഗ്രാം. 150 കിലോഗ്രാം അവർ യൂസ് ചെയ്ത് കഴിഞ്ഞു. 150 കിലോഗ്രാം അവർ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഹൗ മച്ച് വിൽ ബി ദ വെയിറ്റ് ഓഫ് റൈസ് വാട്ട് ഈസ് ലെഫ്റ്റ്? ഓക്കെ ദാറ്റ് വാസ് ലെഫ്റ്റ്. ഓക്കെ, അപ്പം പറയുവാണെങ്കിൽ നമുക്ക് ആകെ ടോട്ടൽ റൈസ് എത്രയാണെന്നറിയാം? 325 കിലോഗ്രാം ആണ്. അതിൽ 150 നമ്മൾ യൂസ് ചെയ്തു, 150 കിലോഗ്രാം യൂസ് ചെയ്തു. അപ്പൊ 325 കിലോഗ്രാമിൽ നിന്ന് 150 മൈനസ് ചെയ്താൽ നമുക്ക് ആകെ ബാക്കി എത്ര വരുവിടാ? 175 കിലോഗ്രാം എന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ അവർ ആൻസർ ഈസ് 175 കിലോഗ്രാം എന്ന് എഴുതി കൊടുക്കാം. ഏറ്റവും കൂടുതലായിട്ടുള്ള റൈസിന്റെ ടോട്ടൽ കിലോഗ്രാമിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്ത കിലോഗ്രാം നമ്മൾ മൈനസ് ചെയ്താൽ മതി. അടുത്ത ചോദ്യം സി ക്വസ്റ്റ്യൻ ആണ്. ഹൗ മച്ച് മോർ ദ വെയിറ്റ് ഓഫ് കോക്കനട്ട് ദാറ്റ് ഓഫ് യാം? യാമിനേക്കാളും എത്ര കൂടുതലാണ് കോക്കനറ്റിൽ ഉള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. യാമിനുള്ളത് 110 ആണേ, കോക്കനറ്റിനുള്ളത് 170 ആണ്. സോ 110നേക്കാൾ എത്ര കൂടുതലാണ് 170 ഉണ്ടായിരിക്കുക? എളുപ്പം ആൻസർ പറയാം. 110നേക്കാൾ എത്ര കൂടുതലായിരിക്കും 170? 60 കിലോഗ്രാം അല്ലേ? 60 കിലോഗ്രാം കൂടുതലാണ്. സോ അവർ ആൻസർ ഈ 60 കിലോഗ്രാം. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് അവിടെ താഴെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ആൻസർ പറയേണ്ട ചോദ്യമാണ് കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളതൊന്ന് വായിച്ചു തരാം. എൻ്റെ മക്കള് ആൻസർ പറയൂ. പുട്ട് ടിക്ക് അല്ലേ? അപ്പൊ ഒരു ടിക്ക് ഇടണം. ടിക്ക് അഗൈൻ ആസ് ദ കറക്റ്റ്. ഓക്കെ, 1. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണത് ടിക്ക് ഇടണം. എന്താണ് കറക്റ്റ്? 1ന് അഗൈൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ടിക്ക് ഇട്ട് പോകണം കേട്ടോ.
ശ്രദ്ധിച്ച് A ആണോ B ആണോ C ആണോ D ആണോ കറക്റ്റ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഒരു ടൺ ആണോ 100 കിലോഗ്രാം? ഒരു ടൺ എന്ന് പറഞ്ഞാൽ 100 ക്വിൻ്റൽ ആണോ? ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണോ? ഒരു ടൺ എന്ന് പറഞ്ഞാൽ 10,000 കിലോഗ്രാം ആണോ? ഇതൊക്കെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സോ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഇതിൽ കറക്റ്റ് ആരാണെന്ന് നോക്കിയിട്ട് എൻ്റെ മക്കൾ ടിക്ക് ഇട്ടിട്ട് അതിന്റെ ഓപ്ഷൻ ആരാണെന്നുള്ളത് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നമുക്ക് എവിടെ പറയാ? കമന്റ് ബോക്സിൽ പറയാം. സോ ഇത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിപ്പം 4ാം ക്ലാസ്സിൽ പഠിച്ച് ഇനി അടുത്ത UP വിഭാഗത്തിലേക്ക് പോകേണ്ടവരാണ് അല്ലേ. ഇപ്പൊ UPയിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ 5ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം ടെക്സ്റ്റ് ബുക്ക് ഒക്കെ മാറി വന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും. സോ അതിന് ബേസിക് ആയിട്ട് ആദ്യം മുതലേ എന്തുണ്ടായാൽ മതി? ഒരു പ്ലാൻ ഉണ്ടായാൽ മതി. ആ പ്ലാനോടുകൂടെ നമ്മൾ 5ാം ക്ലാസ്സിൽ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് സൈലത്തിലെ പൃഥ്വി ബാച്ച് തുടങ്ങിയിരിക്കുന്നത്. സോ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരൊക്കെയോ ജോയിൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അങ്ങനെ ഒരുപാട് വിവരങ്ങൾ അന്വേഷിച്ച് എൻ്റെ മക്കൾ എല്ലാവരും പൃഥ്വി ബാച്ചിലേക്ക് വരും കേട്ടോ. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. അതിന്റെ കൂടെ ലാസ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആൻസറും കൂടെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.